എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തനി നാടൻ കപ്പങ്ങ തോരനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചില സമയത്ത് ഇത് കഴിക്കുന്ന സമയത്ത് ഒരു ചവർപ്പ് രസം പോലെ തോന്നും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു ടിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ചവർപ്പ് രസം ഇല്ലാതെ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ കപ്പങ്ങ തോരൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസുള്ള പച്ചക്കപ്പങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തോലെല്ലാനും കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ആ കുരുള്ള ഭാഗവും ചെറിയൊരു വൈറ്റ് പോർഷനും ഉണ്ടാവുമല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഗ്രേറ്ററിൽ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. ഞാനിപ്പോൾ ഇതെന്തായാലും ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് കൊണ്ടുവരാം. അപ്പോൾ അതാ നമ്മുടെ കപ്പങ്ങ ഞാനെല്ലാനും നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ എന്തായാലും 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തുടങ്ങി 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാനും ആ പപ്പായയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. കാരണം നമ്മളിത് 10 മിനിറ്റ് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ചവർപ്പ് രസമൊക്കെ നന്നായിട്ട് മാറി ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം പുറത്തേക്ക് വരും. അതുവരെ നമുക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു 10 മിനിറ്റ് ആയല്ലോ അത് മിക്സ് ചെയ്ത് വെച്ചിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഇങ്ങനെ പുറത്തേക്ക് വരും. നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ എന്നിട്ട് നമ്മൾ ആ പിഴിഞ്ഞെടുത്തത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ബാക്കിയിരിക്കുന്നതെല്ലാനും റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതാ ഞാൻ ആ മുഴുവൻ പപ്പായയിൽ നിന്നും വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് കളഞ്ഞ് ആ ചവർപ്പ് രസം നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയും കണ്ടില്ലേ, ഇത്രയും ആ വെള്ളത്തിൻ്റെ അംശം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് കളഞ്ഞേക്കാം. അപ്പോൾ അതാ നമ്മൾ എടുത്ത് വെച്ച ആ പപ്പായ ഇതാ കണ്ടില്ലേ, ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉലർത്തി കൊടുക്കുക. അപ്പോൾ നല്ല വിട്ട് വരും. അപ്പോൾ നമ്മുടെ കപ്പങ്ങ ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ ചേരുവകളൊക്കെ ചേർക്കാം. അതിലേക്ക് ഒരു 10-15 ചെറിയുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു 4 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 5-6 കൈപ്പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ എത്രയും ചേർക്കുന്നോ അത്രയും സ്വാദായിരിക്കും നമ്മുടെ ഈ തോരന്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഇനി മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, കാരണം ഇത് ഓൾറെഡി നല്ല മഞ്ഞ കളറായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് തോരനാക്കി എടുക്കാം. അതിനുവേണ്ടി സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതേപോലെ ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കപ്പങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ വളരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പങ്ങയൊക്കെ അതാ അവിടെ നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും എല്ലാനും ഇപ്പോൾ പാകത്തിനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിന് ഇത് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ നാടൻ കപ്പങ്ങ തോരൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്